അല്ല, ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ സ്റ്റാൻഡ് ഞാൻ ഇന്നലെ തന്നെ സ്പഷ്ടമാക്കി. ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇറക്കിയ ഒരു വിഷയമാണ്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അതിശയപ്പെടുന്ന ഒരു തീരുമാനമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് വന്നിട്ട് തന്നെ 6-7 ദിവസമായി. നമ്മളെല്ലാവരും ഇറങ്ങി പ്രചരണം ചെയ്യുന്ന ഒരു സമയമാണ്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയുമാണ്, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനുമാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും അവർ പറയണത് ഈ പാർട്ടിയുടെ കൈയും കാലും കെട്ടിച്ചിട്ടാണ് അവർ ഇറക്കാൻ പോകുന്നത്. ഒരേ സമയത്ത് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ഇന്നലെ സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയുടെയും പ്രസ് കോൺഫറൻസ് കേട്ടു. അവരും പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകർക്ക് വേണ്ടി ട്രാവൽ ചെയ്യാൻ കൂടി കാശില്ല, ആ സ്ഥിതിയിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ചോദ്യമുള്ളത്, നമ്മൾ എന്തിനാണ് 10-35 വർഷമായിട്ട് മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് പ്രഖ്യാപിച്ചത്? അത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമായിരുന്നു. സർക്കാരിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ ചില തീരുമാനങ്ങൾ, ചില നിയമങ്ങൾ, ചില പുതിയ പദ്ധതികൾ ഇതൊക്കെ ഇറക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്വാധീനമാകും. അതുകൊണ്ട് അവർക്ക് ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല. അവർ ഭരിക്കുന്ന സ്ഥിതി കൂടി ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന മുതലും ഇലക്ഷൻ്റെ അവസാനത്തെ റിസൾട്ട് അറിയുന്ന വരെ. അപ്പോൾ ആ നിയമം, ആ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്താ IT ഡിപ്പാർട്ട്മെൻറ്റും ED ഡിപ്പാർട്ട്മെൻറ്റും ബന്ധപ്പെടില്ലേ? അവർ ഇത്ര കാലം അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു. കോൺഗ്രസ് പാർട്ടി ടാക്സ് ഡിമാൻഡ്സ് 30 വർഷം പഴയെന്നാണ് അവർ അന്വേഷിക്കണത്. അതും സാമൂഹ്യ മാധ്യമത്തിൽ നിങ്ങൾ ഇട്ടുന്നില്ലേ? അതുമാത്രമല്ല, ഈ ഡൽഹി ലിക്കർ കേസ് എന്ന് പറയുന്നത് ഇവർ 2 പാർട്ടി പ്രവർത്തകർ BRSൻ്റെ കവിതയും ഡൽഹിയിലത്തെ കേജ്രിവാളിനെയും പിടിച്ചെടുത്തി. ഡൽഹിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന സിസോദിയും ജയിലിലാണ്. ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ ഇതുവരെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ അവർ അന്വേഷണത്തിൽ എന്താ ഇത്ര പെട്ടെന്നൊരു ഏജൻസി? 2 മാസം കൂടി കാത്തിരുന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അവരാവശ്യമുള്ള നിലപാടെടുത്തൂടെ? എന്താണിപ്പോൾ നാളെ പുതിയൊരു വല്ല ബുദ്ധിമുട്ട് വരാൻ പോകുന്നുണ്ട്? ഒരു ലോ ആൻഡ് ഓർഡർ എമർജൻസി ഒന്നും അല്ലല്ലോ. ഒരു കലാപം നടക്കാൻ പോകുന്നു, നമ്മൾ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ശരി, ആരും അവർ തർക്കിക്കില്ല. പക്ഷെ ഇങ്ങനെ ഒരു റുട്ടീൻ സർക്കാർ പ്രവർത്തനവും അന്വേഷണമൊക്കെ നടക്കുമ്പോൾ ഈ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉള്ള സമയത്ത് ജൂൺ 4-ാം തീയതി വരെ ഏത് രാഷ്ട്രീയക്കാരനെയോ രാഷ്ട്രീയ പാർട്ടിയുടെ എതിര് ഇങ്ങനെ ആക്ഷൻ എടുക്കുന്നത് ശരിയാണോ എന്നാണ് എൻ്റെ ചോദ്യം. എനിക്ക് ഒരു സംശയവുമില്ല, ശരിയല്ല. ഇത് ശരിക്കും നമ്മൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, നമ്മളുടെ ഉച്ച കോടതി, നമ്മുടെ സുപ്രീം കോർട്ട്, അവരെ നിയമപ്രകാരം സുവോ മോട്ടോ കോഗ്നിസൻസ് വിഷയത്തിന് എടുക്കാൻ സാധിക്കും. എന്നർത്ഥം അവരൊരു കംപ്ലയിൻറ്റോ ഒരു പെറ്റീഷനോ കാത്തിരിക്കാതെ തന്നെ ഇത് ശരിയില്ല എന്ന് പറഞ്ഞ് ഇടപെടാൻ അവർക്ക് അവകാശമുണ്ട്. ജനാധിപത്യം നമ്മളുടെ ഭരണഘടനത്തിൻ്റെ ബേസിക് സ്ട്രക്ചറിൽ പെട്ടതാണെന്ന് നിരവധി തവണ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അഥവാ ജനാധിപത്യത്തിൻ്റെ ഓരോരോ നിയമങ്ങളെ ബാധിക്കുന്ന ലംഘനമായ ചില തീരുമാനങ്ങൾ സർക്കാർ എടുക്കുകയാണെങ്കിൽ സുപ്രീം കോടതി എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ ഒരിക്കലും സമ്മതിക്കരുത്, ഉടനെ നിർത്തണം. അതാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ ഇത് കോൺഗ്രസ് നേതാക്കളോടൊപ്പം ചർച്ച ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും എൻ്റെ വിശ്വാസമാണ്, നമ്മൾക്ക് 2 കോടതിയുണ്ട്. ഒന്ന് സുപ്രീം കോടതി, മറ്റേത് ജനാധിപത്യത്തിൻ്റെ ജനങ്ങളുടെ കോടതി. ഞാൻ ജനങ്ങളോടും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മാർഗത്തോട് അഭ്യർത്ഥിക്കുന്നു, ഇങ്ങനെ ജനാധിപത്യത്തിനെ ബാധിക്കുന്ന തീരുമാനം എടുക്കുന്നവരെ ഒരിക്കലും വീണ്ടും ഭരണത്തിൽ വരാൻ സമ്മതിക്കരുത്. ധൈര്യത്തോടെ നിന്നിട്ട് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനും അന്തസ്സോടെ ഭാരതീയർ ജീവിക്കാൻ സാധിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡൽഹിൻ്റെ സർക്കാർ മാറ്റാനുള്ള സമയം നല്ലോണം വൈകിപ്പോയി. അത്രേ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ സംഭവിച്ചതെല്ലാം അന്യായമാണെന്ന് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് ചൂണ്ടിക്കാണിക്കുന്നു.